ജോർജ് വരും, പിന്നീട് അതിന് ശേഷം ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ പ്രിൻസിപ്പൾ വരും, അതിൻ്റെ മാനേജ്മെൻറ്റ് വരും. അങ്ങനെ എല്ലാവന്മാരും ഇങ്ങനെ രംഗത്തേക്ക് ഓടിയെത്തി വലിയ രീതിയിലൊക്കെ ഈ പ്രസ്താവനകളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം നമ്മൾ കണ്ടത് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്, അല്ലേ? ഒരു നിലപാട് പോലും മുന്നോട്ടോ പുറമോട്ടോ മാറ്റാതെ അദ്ദേഹം പറഞ്ഞതിൽ യാതൊരുവിധ മാറ്റവുമില്ല. ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളില്ല, ഇനിയും ഞാൻ ഉറക്കെ പറയും, ഈ സാധനങ്ങളില്ല, എനിക്ക് പേഷ്യൻസിനെ ചികിത്സിക്കാൻ സാധിക്കുന്നില്ല, ഒരുപാട് സർജറികൾ പെൻഡിങ് ആയിട്ടുണ്ടെന്ന് അദ്ദേഹം വീണ്ടും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ശേഷം ഡോക്ടർ ഹാരിസ് തെറ്റാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കുവാനായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി എല്ലാം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു, അല്ലേ? അതിലൊരു കാര്യമായിരുന്നു ഈ പറയുന്ന ഡോക്ടറിൻ്റെ റൂമിൽ ഒരുപാട് ക്രമക്കേടുകളുണ്ട്, ഡോക്ടർ പറയുന്നത് എല്ലാം തെറ്റാണ്, ഡോക്ടറിൻ്റെ റൂമിൽ പാക്ക് ചെയ്ത് കൊറിയർ അയക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു, ഡോക്ടറിൻ്റെ റൂമിൽ കൊറിയർ വന്നതിൻ്റെ പാഴ്സൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ പാക്കേജ് ഇരിക്കുന്നു. ഈ ഡോക്ടർ 7-8 ദിവസത്തോളം ലീവിലായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സൈക്കാട്രി ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ബിക്കോസ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഇത്രയും സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് മെൻ്റലി അദ്ദേഹം